അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹവും കാരുണ്യവും കൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മൾ സൂറത്തുൽ ഫാത്തിർ അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അൽഹംദുലില്ലാഹ്. ഇപ്പോൾ നമ്മൾ 37 ആയത്തുകളാണ് എടുത്തിട്ടുള്ളത് അല്ലേ. 37 ആയത്തുകളാണ് എടുത്തത്. അൽഹംദുലില്ലാഹ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ നരകത്തെക്കുറിച്ചാണ് പറഞ്ഞത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين كفروا لهم نار جهنم لا يقضى عليهم فيموتوا ولا يخفف عنهم من عذابها كذلك نجزي كل كفور. وهم يصطرخون فيها ربنا أخرجنا نعمل صالحا غير الذي كنا نعمل أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير فذوقوا فما للظالمين من نصير. إن الله عالم غيب السماوات والأرض إنه عليم بذات الصدور. هو الذي جعلكم خلائف في الأرض فمن كفر فعليه كفره ولا يزيد الكافرين كفرهم عند ربهم إلا مقتا ولا يزيد الكافرين كفرهم إلا خسارا. എന്താ ഇവിടെ പറഞ്ഞ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞെന്ന് വെച്ചാൽ അവിശ്വാസികൾ അല്ലെ. അവിശ്വാസികൾ വല്ലദീന കഫറു ലഹും നാറു ജഹന്നം, അവർക്ക് നരകം അല്ലെ. നരകം അഗ്നി, ജഹന്നമിന്റെ അഗ്നിയാണ്. ലാ യുഖ്ളാ അലൈഹിം ഫയമൂത്ത്, അവർക്ക് ഒരു മരണം അവിടെ വിധിക്കപ്പെടൂല. അങ്ങനെ മരണം വിധിച്ചിട്ടുണ്ടെങ്കിൽ അവർ മരിക്കുമായിരുന്നു അല്ലേ. അതുപോലെ തന്നെ വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹ, അതിൻ്റെ ആ നരക ശിക്ഷയിൽ ഒരു ലഘൂകരണവും ഒരു കുറവും ഉണ്ടാവുകയും ഇല്ല. കദാലിക നജ്സി കുല്ല കഫൂർ, അപ്രകാരമാണ് എല്ലാ നന്ദി കെട്ടവർക്കും അല്ലാഹു തആല പ്രതിഫലം നൽകുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ വെച്ച് ഈ കുറ്റവാളികൾ അല്ലെ, അവിടെ വെച്ച് അലമുറയിട്ട് കരയുന്നതിനെ കുറിച്ച് പറയുന്നു. വഹും യസ്തരിഖൂന ഫീഹ, അതിൽ വെച്ച് അവർ മുറവിളി കൂട്ടും അല്ലെ, അലമുറയിടും. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയ ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാ? നരകത്തിന് കാരണമാകുന്ന പാപങ്ങളാന്ന് തോന്നുന്നു പറഞ്ഞത് അല്ലെ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയും കുറേ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. വഹും യസ്തരിഖൂന ഫീഹ റബ്ബന അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ അല്ലേ. ഞങ്ങളെ ഒന്ന് പുറത്താക്കിത്താ അല്ലേ. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞങ്ങളെ ഒന്ന് പുറത്താക്കിത്താ, ഇവിടെ നിന്ന് ഒന്ന് ഞങ്ങളെ പുറത്താക്കിത്താ. എന്തേ? ഞങ്ങൾ ചെയ്യാതെ അല്ലേ. ആയിക്കോട്ടെ. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഗൈറല്ലദീ കുന്നാ നഅമൽ അല്ലേ, ഞങ്ങൾ പ്രവർത്തിച്ചിരുന്നതല്ലാത്ത, ഞങ്ങൾ പ്രവർത്തിക്കാതെ ഉപേക്ഷ വരുത്തിയ ആ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാം, ഞങ്ങളെ ഒന്ന് പുറത്താക്കിയിട്ടാ എന്ന് നരകത്തിൽ നിന്ന് കുറ്റവാളികൾ അലമുറയിട്ട് കരഞ്ഞു നിലവിളിച്ച് പറയുന്ന പറയും. അപ്പോൾ അല്ലാഹു തആല അവരോട് ചോദിക്കും, അവലം യുഅമ്മിർക്കും മാ യതദക്കറു ഫീഹി മൻ അല്ലേ, ഉറ്റാലോചിക്കുന്ന ഒരാൾക്ക് ഉറ്റാലോചിക്കാവുന്ന അത്രയും സമയം, അത്രയും ആയുസ് നിങ്ങൾക്ക് നീട്ടി തന്നിട്ടില്ലേ? അത്ര തന്ന ആയുസ് നിങ്ങൾക്ക് അല്ലാഹ് ഈ ദുനിയാവിലെ ആയുസും അവസരവും, പിന്നെയോ വജാഅകുമുൻ നദീർ, മാത്രമല്ല നമുക്കൊരു മുന്നറിയിപ്പുകാരനെയും അല്ലാഹ് നിയോഗിച്ച് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ.
ഒക്കെ തന്നു. പക്ഷേ എന്നിട്ടും നിങ്ങൾ ഉറ്റാലോചിക്കാനോ മനസ്സിലാക്കാനോ സമയം കണ്ടെത്തിയില്ല. അപ്പൊ പിന്നെന്താ അവിടെ ഫദുഖൂ ഫമാ ലിദ്ദാലിമീന മിൻ നസീർ. നിങ്ങൾ അനുഭവിച്ചോ, അതുകൊണ്ട് നിങ്ങൾ അനുഭവിച്ചോ. നിങ്ങൾക്ക് എന്തില്ല, ഒരു സഹായിയും ഇല്ല, അക്രമികൾക്ക് ഒരു സഹായിയും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി അടുത്ത ആയത്ത് മുതൽ അള്ളാഹു സുബ്ഹാനഹു തആലയെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആലയെ കുറിച്ചാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. ഇന്നല്ലാഹ ആലിമു ഗൈബിസ് സമാവാതി വൽ അർദ്. നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വ തആല ആലിമു ഗൈബിസ് സമാവാതി വൽ അർദ് അല്ലേ. ആലിം അറിയുന്നവനാണ്. എന്ത്? ഗൈബിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലെ അദൃശ്യങ്ങൾ. ഇന്നഹു അലീമുൻ അവൻ അറിവുള്ളവനുമാണ്. എന്തിനെ കുറിച്ച്? ബിദാത്തി സുദൂർ, ഹൃദയങ്ങളിലുള്ളത് അല്ലെ. ഹൃദയങ്ങളിലുള്ളതിനെ പറ്റി അറിയുന്നവനുമാണ് അള്ളാഹു. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാ അദൃശ്യവും അറിയുന്നവനാണ് അള്ളാഹു. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള അല്ലെ ചെറിയൊരു ചിന്ത, ഒരു തോന്നൽ, അതുപോലും അല്ലെ കണ്ണുകളുടെ കട്ടുനോട്ടവും ഹൃദയങ്ങളിൽ മന്ത്രിക്കുന്ന അതും എല്ലാം അറിയുന്നവനാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല. ഹുവല്ലദീ, അവൻ തന്നെയാകുന്നു എന്താണ്? ജഅലക്കും, നിങ്ങളെ ആക്കിയവൻ അല്ലെ. എന്താണ് ആക്കിയത്? ഖലായിഫ ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങളെ പിൻഗാമികൾ അല്ലെങ്കിൽ പ്രതിനിധികളാക്കി. ഫമൻ കഫറ, അതിനാൽ തന്നെ അതിൽ ആരവിശ്വസിക്കുന്നുവോ ഫഅലൈഹി കുഫ്റുഹു, ആ അവിശ്വാസം അവന്റെ മേൽ തന്നെയാണ്. വലാ യസീദുൽ കാഫിരീന കുഫ്റുഹും ഇൻദ റബ്ബിഹിം ഇല്ലാ മഖ്താ. കാഫിരീങ്ങൾക്ക് അവരുടെ അവിശ്വാസം റബ്ബിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ കഠിനമായ കോപത്തെ അല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല എന്നാണ് പറയുന്നത്. വലാ യസീദുൽ കാഫിരീൻ, അവിശ്വാസികൾക്ക് വർദ്ധിപ്പിക്കുകയില്ല, കുഫ്റുഹും അവരുടെ അവിശ്വാസം, ഇൻദ റബ്ബിഹിം തങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ, ഇല്ലാ മഖ്താ, കഠിനമായ കോപം, ക്രോധം എന്ന് പറയാം. അള്ളാഹുവിന്റെ കോപത്തെ അല്ലാതെ അവർക്ക് അവിടെ വേറെ ഒന്നും വർദ്ധിപ്പിക്കുന്നില്ല. വലാ യസീദുൽ കാഫിരീന കുഫ്റുഹും, അവിശ്വാസികൾക്ക് അവരുടെ അവിശ്വാസം ഇല്ലാ ഖസാറ, നഷ്ടമല്ലാതെ വർദ്ധിപ്പിക്കുന്നില്ല. നഷ്ടവും കോപം അല്ലെ, അതല്ലാതെ വേറെ ഒന്നുമില്ല. ഈ അവിശ്വാസം കൊണ്ട് അവർക്ക് ഈ ദുനിയാവിൽ ഒരു പക്ഷേ വലിയ പ്രയാസങ്ങളൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. പക്ഷേ മരണമാകുന്ന അവന്റെ മരണാനന്തര ജീവിതം അല്ലെ, ഈ മരണത്തോടു കൂടി ഈ ദുനിയാവിലെ ജീവിതം അവസാനിക്കും. പിന്നെ മറ്റേ ഒരു ജീവിതം ആരംഭിക്കും അല്ലെ. അതോട് കൂടി തുടങ്ങും അവന്റെ ക്ലേശങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും. അത് അവിശ്വാസിയുടെ അവസ്ഥയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറയാണ്, ഇന്നല്ലാഹ ആലിമു ഗൈബിസ് സമാവാതി വൽ അർദ്. അല്ലാഹു സുബ്ഹാനഹു തആലയെ കുറിച്ച് അല്ലാഹു തആല പറയുന്നല്ലേ, അദൃശ്യമായ കാര്യങ്ങൾ അറിയുന്നവൻ. അപ്പം നമ്മൾ അള്ളാഹുവിനെ കൃത്യമായി നമ്മൾ അറിയണം, കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഇന്നലെ ഒരു ക്ലാസ് കേട്ടിട്ടുണ്ടായിന്, അതിൽ പറയുന്നുണ്ട് ആരാധിക്കാന്, ആരാധന എന്നുള്ള വാക്ക് തന്നെ നമ്മൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, ഇബാദത്ത് എന്നുള്ള ആ ഒരു കാര്യത്തിന് നമ്മൾ ആരാധന എന്ന് അർത്ഥം കൊടുത്തതിന് ശേഷം അത് എന്താ പറയാ, അതിന്റെ വില പോയി എന്നാ പറയും. ശരിക്കും ഇബാദത്ത് തന്നെ നമ്മൾ പറയാൻ, അങ്ങനെയുള്ള അറബി പദങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുക. അപ്പോഴാണ് അതിന് ശരിയായ ഗാംഭീര്യം ഉള്ളത്. അതായത് ഉദാഹരണം പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ മുസ്ലിങ്ങൾ പള്ളിയിൽ പോകുന്നത് അള്ളാഹനെ ആരാധിക്കാനാണെങ്കിൽ, ക്രിസ്ത്യാനികള് അവരുടെ ചർച്ചിൽ പോകുന്നത്, അതുപോലെ ഹിന്ദുക്കൾ അവരുടെ അമ്പലത്തിൽ പോകുന്നത് ഇല്ല ആരാധന അർപ്പിക്കാനാണ് അല്ലെ. പക്ഷെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന പോലെയുള്ള ഒരു ആരാധനയല്ല നമ്മളെ ആരാധന. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ആരാധന എന്നുള്ള വാക്കാട് ഒഴിവാക്കിയിട്ട് ഇബാദത്ത് എന്നുള്ള ആ ഒരു മാന അതിന് കൊടുക്കാൻ,
ഇബാദത്ത് എന്ന് മാത്രം നമ്മൾ പറയാൻ എന്ന് പറഞ്ഞാൽ അവരുടേതൊക്കെ ബഹുദൈവ ആരാധനയാണ് അല്ലെ. നമ്മളത് ഏകദൈവം അല്ലെ. അപ്പം നമ്മൾ തൗഹീദിൽ അടിയുറച്ച ആ ഒരു വിശ്വാസത്തോട് കൂടിയുള്ള ഇബാദത്ത്, അതിനെ ഇബാദത്ത് എന്ന് തന്നെ നമുക്ക് പറയാം. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അള്ളാഹ് നമ്മളെ സൃഷ്ടിച്ചത്. വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യഖ്ലഖൂൻ. അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ ആരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവർ യാതൊന്നും സൃഷ്ടിച്ചിട്ടുമില്ല, അല്ലെ, അവർ സൃഷ്ടിക്കുന്നുമില്ല, അവരാണെങ്കിലോ സൃഷ്ടിക്കപ്പെടുന്നവരുമാണ് എന്നാ പറഞ്ഞത്. അപ്പം ഒരു മിനിറ്റ്. ആകാശഭൂമികളിലെ അദൃശ്യം അതറിയുന്നവനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പം അദൃശ്യ കാര്യങ്ങളുടെ താക്കോൽ അല്ലെ, അത് ആരുടെ കയ്യിലാണ്? അള്ളാഹുവിന്റെ കയ്യിലാണ് അല്ലെ. എല്ലാ കാര്യങ്ങളും അറിയുന്നവന് അള്ളാഹു മാത്രം. വേറെ ആർക്കെങ്കിലും എല്ലാ കാര്യങ്ങളും അറിയോ? ഇല്ല അല്ലെ. നമുക്ക് ഇപ്പോൾ ഒരു സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്ക് വ്യത്യസ്ത രീതിയിലുള്ള അറിവുകൾ ഉണ്ടാവും. ചില ആൾക്കാർക്ക് അറിവിൽ കൂടുതലുണ്ടാവും, കുറേ കാര്യങ്ങൾ അറിയുണ്ടാവും. അത് ജസ്റ്റ് അയാളെ കുറിച്ച് നമുക്ക് അയാൾ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അല്ലെ. ഏതൊരാളെ എടുത്തു കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ അറിവില്ലാത്തവരായിരിക്കും അവർ. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അള്ളാഹു എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് അല്ലെ. അവന്റെ പക്കലാണെന്ത്? അദൃശ്യകാരത്തിന്റെ താക്കോൽ. അവനല്ലാതെ അവ അറിയുകയില്ല. ഈ അദൃശ്യകാര്യത്തിന്റെ താക്കോലുകൾ എന്ന് പറഞ്ഞില്ലേ, അത് എത്രയാണെന്ന് അറിയോ നിങ്ങൾക്ക്? അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ലുഖ്മാനിലാണെന്ന് തോന്നുന്നു പറയുന്നത്. അറിയോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എത്ര എണ്ണമാണ്? മാഷാ അല്ലാ, മാഷാ അല്ലാ. സുമയ്യത്തെ, ഇത് ഏത് സുമയ്യത്താണ്? പിന്നെ ഏതെല്ലാന്ന് പറയാൻ പറ്റുമോ? മാഷാ അല്ലാ. ഓർഡർ പ്രശ്നമില്ല. പിന്നെ ഗർഭാശയത്തിലുള്ളതിനെ പറ്റി, കൊറേ കൊല്ലം മുന്നേ പഠിച്ചത് ഉസ്മാനാണെന്നുള്ള അറിയാം. എപ്പോഴാ സംഭവിക്കാ അല്ലേ? മാഷാ അല്ലാ. അല്ല, അത് വേറെ വിഷയം. അപ്പൊ അതെ മാഷാ അല്ലാ, മാഷാ അല്ലാ. അപ്പൊ ഏകദേശം എല്ലാരും പറഞ്ഞു കഴിഞ്ഞു. 5 കാര്യങ്ങള് പറഞ്ഞു കഴിഞ്ഞു. മാഷാ അല്ലാ. കൊറേ മുമ്പ് പഠിച്ചതന്നല്ലേ, ഒന്ന് പൊടിതട്ടി എടുക്കണം കേട്ടാ സുമയ്യ. ഇൻഷാ അല്ലാ. അപ്പം ആയത്ത് ഞാൻ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ അല്ലേ. തീർച്ചയായും അള്ളാഹുവിന്റെ പക്കലാണ് അന്ത്യസമയത്തെ പറ്റിയുള്ള അറിവ്. ഇൽമുസ്സാഅ, അന്ത്യസമയം അതെപ്പോഴാ സംഭവിക്കുക ആർക്കും അറിയില്ല. പിന്നെയോ വയുനസ്സിലുൽ ഗൈസ്, മഴ, എപ്പോഴാ മഴ പെയ്യാന്നുള്ളത്, മഴ പെയ്യിക്കുന്നു അവൻ അല്ലെ. കാലാവസ്ഥ ഇങ്ങനെ പറയൂ, പെയ്യാൻ സാധ്യത ഉണ്ട്, കനത്ത മഴയ്ക്ക് സാധ്യത എന്നല്ല പറഞ്ഞ ദിവസം ചിലപ്പോൾ നല്ല വെയിലായിരിക്കും ഉണ്ടാകുക അല്ലേ. അപ്പോൾ കാലാവസ്ഥ അങ്ങനെ ശാസ്ത്രീയമായ ചില സാങ്കേതികമായ ഓരോ ഇതിലൂടെ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് പറയുന്നുണ്ടെങ്കിലും കൂടി അവർക്ക് ഉറപ്പിച്ച് പറയാനൊന്നും കഴിയൂല അല്ലെ. മഴ പെയ്യൂലെന്നൊന്നും ഇന്ന സമയത്ത് പെയ്യോ അവർക്കറിയില്ല. സാധ്യത ഉണ്ട് എന്ന് പറയും അല്ലെ. പക്ഷെ അതിനെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് ആർക്കറിയാം? അള്ളാഹുവിനറിയാം അല്ലെ. മഴ പെയ്യുമ്പോൾ നമ്മൾ പറയൂ ഇത് കർക്കിടക മാസത്തെ അല്ലെ, ഇത് തുലാവർഷത്തെ, ഇത് ചിങ്ങമാസത്തെ, അങ്ങനെയാ മഴ. അങ്ങനെയൊന്നും അല്ല അല്ലെ. അത് അള്ളാഹിന്റെ തീരുമാനപ്രകാരം അള്ളാഹു തആല അത് പെയ്യിക്കുന്നതാ. അപ്പം മഴ പെയ്യുന്നത്. പിന്നെ വയഅലമു മാ ഫിൽ അർഹാം, ഗർഭാശയത്തിലുള്ളത്
ഗർഭാശയത്തിലുള്ളത് എന്താണ്. അപ്പം ഇപ്പം ചിന്തിക്കുന്നുണ്ടാവും, ഇപ്പം സ്കാനിങ് മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പം അതുകൊണ്ട് പിന്നെ അറിയാൻ പറ്റുമല്ലോ. പക്ഷേ ആദ്യത്തെ ഇല്ലേ ആ ഒരു 4 മാസത്തെ ആ ഒരു കാലയളവിൽ അതിൽ മാറ്റങ്ങൾ വരാന്നാ പറയുന്നത്, സംഭവിക്കുന്നുണ്ട് എന്നാ പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വയഅലമു മാഫിൽ അർഹാം, ഗർഭാശയങ്ങളിലുള്ളത് എന്താണെന്ന് അവൻ അറിയുന്നു. പിന്നെ വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദ, നാളേക്ക് വേണ്ടി നാളേക്ക് വേണ്ടി എന്നല്ല, നാളെ താൻ എന്താണ് പ്രവർത്തിക്കുക എന്ന് അല്ലേ, അതും ഒരാൾക്കും അറിയില്ല, ഒരാൾക്കും അറിയില്ല. നാളെ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല അല്ലേ. നമ്മൾ എന്താ ചെയ്യാന്നുള്ളത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് വെക്കും എന്നല്ലാതെ പിന്നെ അള്ളാന്റെ തീരുമാനം മാത്രമേ നടപ്പിലാകൂ അല്ലേ. നമ്മൾ ചില സ്ഥലങ്ങളിൽ പോകണമെന്ന് തീരുമാനിക്കും, പക്ഷെ പിന്നെ നമുക്ക് പോകാൻ കഴിയില്ല. അപ്പൊ അവിടെ അള്ളാന്റെ തീരുമാനം നമ്മൾ പോകണ്ടെന്നായിരിക്കും. നമ്മൾ പോകണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, പക്ഷെ ചിലപ്പോൾ നമ്മൾ അള്ളാഹ് എത്തിക്കും. അങ്ങനെ അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. നാളെ താൻ എന്താണ് പ്രവർത്തിക്കുക എന്ന് ഒരാളും അറിയൂല. അതേപോലെ തന്നെ വമാ തദ്രി നഫ്സും ബി അയ്യി അർദിൻ തമൂത്, ഏത് നാട്ടിൽ വെച്ചാണ് മരിക്കുക എന്നും ഒരാളും അറിയുകയില്ല. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, നിശ്ചയമായും അള്ളാഹു എല്ലാം അല്ലെ സൂക്ഷ്മമായി അറിയുന്ന സർവജ്ഞനാകുന്നു. അപ്പോൾ പിന്നെ അദൃശ്യജ്ഞാനത്തിന്റെ താക്കോൽ അല്ലെ, അള്ളാഹു അല്ലാതെ മറ്റാരും അറിയാത്ത ഈ അദൃശ്യകാര്യങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് ഈ വചനത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. ഈ കാര്യങ്ങളെയാണ് മഫാത്തിഹുൽ ഗൈബ് എന്ന് പറയുന്നത്, അദൃശ്യത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്നും നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, അദൃശ്യജ്ഞാനത്തിന്റെ താക്കോലുകൾ 5 എണ്ണമാകുന്നു. അത് അള്ളാഹു അല്ലാതെ അറിയുകയില്ല. നാളെ ഭാവിയിൽ എന്തുണ്ടാകുമെന്നും അള്ളാഹു അല്ലാതെ അറിയുകയില്ല. ഗർഭാശയങ്ങൾ കുറവ് വരുത്തുന്നത് എന്താണെന്ന് അള്ളാഹു അല്ലാതെ അറിയുകയില്ല. മഴ വരിക എപ്പോഴാണെന്ന് അള്ളാഹു അല്ലാതെ അറിയുകയില്ല. ഏത് ഭൂമിയിലാണ് താൻ മരണപ്പെടുകയെന്നും ഒരാളും അറിയുകയില്ല. അന്ത്യസമയം എപ്പോൾ നിലവിൽ വരുമെന്നും അള്ളാഹു അല്ലാതെ അറിയുകയില്ല. അപ്പം ഇവിടെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ ഒന്നാമതായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ അന്ത്യസമയം അല്ലെ, അന്ത്യസമയം എപ്പോഴാണ് അറിയുക എന്നുള്ള അള്ളാഹുവിന് മാത്രമേ അറിയാൻ കഴിയൂ. അപ്പൊ അള്ളാഹു എന്ന് പറയുന്നത് ഗൈബം അല്ലെ, ഗൈബ് അറിയുന്നവനാണ്, അദൃശ്യം അറിയുന്നവനാണ്. പിന്നെ അവന് മാത്രമേ ആ ഒരു കാര്യം അറിയാൻ കഴിയൂ. അത് അള്ളാഹു അറിയിച്ചു കൊടുത്താലല്ലാതെ മറ്റാർക്കും ആ കാര്യം അറിയില്ല അല്ലെ. പിന്നെ ഇപ്പൊ അന്ത്യദിനത്തിന്റെ കാര്യം തന്നെ, അത് നബിമാർക്കോ മലക്കുകൾക്കോ ആർക്കും അറിയില്ല. പക്ഷെ ആ സമയം വരുമ്പോ അത് സംഭവിക്കും അല്ലെ, അത്ര തന്നെ. യസ്അലൂനക അനിസ്സാഅത്തി അയ്യാന മുർസാഹ അല്ലെ, അവർ ചോദിക്കും നിന്നെപ്പറ്റി, നിന്നോട് അവർ ചോദിക്കുന്നു എന്താണ്, എപ്പോഴാണ് ഈ അന്ത്യസമയം വന്നെത്തുക എന്ന് അല്ലെ. അപ്പൊ എന്താ പറഞ്ഞത്, ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി ലാ യുജല്ലീഹാ ലിവഖതിഹാ ഇല്ലാഹു അല്ലെ. അതിനെപ്പറ്റിയുള്ള അറിവ് എൻ്റെ റബ്ബിന്റെ രക്ഷിതാവിൽ മാത്രമാണ്, അതിന്റെ സമയത്ത് അത് വെളിപ്പെടുത്തുന്നത് അവൻ മാത്രമാകുന്നു. അപ്പം അദൃശ്യകാലത്തെ കുറിച്ച് പിന്നെ ഏത് കാര്യമായാലും തന്നെ അത് അള്ളാഹുവിന് മാത്രമേ അറിയുവാൻ സാധിക്കുകയുള്ളൂ. പിന്നെ അപ്പം മഴയായാലും മഴയെ പറ്റിയായാലും എവിടെ പെയ്യും, എങ്ങനെ പെയ്യും, എത്ര പെയ്യും അല്ലേ, എത്ര അതിൻ്റെ ഇതുണ്ടാവും, ഇതൊന്നും മനുഷ്യന് കണക്ക് കൂട്ടാൻ കഴിയില്ല. അതേപോലെ തന്നെ ഗർഭാശയത്തിന്റെ കാര്യത്തിൽ അല്ലെ, ഗർഭാശയത്തിൽ എന്താ സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ആർക്കും അറിയില്ല അല്ലെ. ഗർഭാശയത്തിൽ സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ അതാണോ പെണ്ണോ എന്നെല്ലാം നമുക്കിന്ന് പിന്നെ ആ ഒരു
സംവിധാനങ്ങളിലൂടെ അറിയാൻ പറ്റുന്നുള്ളൂ അല്ലെ, അല്ലാതെ ആർക്കും അറിയില്ലല്ലോ. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളും പിന്നെ അതുപോലെ നാളെ താൻ എന്ത് പ്രവർത്തിക്കും എന്നുള്ള ഒരു ഇത് അല്ലെ, നമ്മൾ ഈ ദുനിയാവിൽ നാളെ ഏത് രൂപത്തിലായിരിക്കും ഉണ്ടാകുക, വലിയ സമ്പാദ്യങ്ങളോട് കൂടി വലിയ ധനികനായിരിക്കോ, അതല്ല ഒന്നുമില്ലാതെ ഒരു പാപ്പരായിരിക്കോ, അതല്ല അതിൻ്റെ ഇടയിലായിരിക്കോ, മിഡിലായിരിക്കോ അല്ലെ, അങ്ങനെ ഒന്നും അറിയില്ല. അതേപോലെ തന്നെ നമ്മൾ എവിടെ വെച്ചാ മരിക്കുക നമുക്ക് ആർക്കും അറിയില്ല അല്ലെ. മിഞ്ഞാന്ന് ആ മരണത്തിന്റെ ആ ക്ലാസ് കേട്ടിട്ടില്ലേ, അതിൽ പറയുന്നുണ്ടല്ലോ ആ കുട്ടി അല്ലെ, വെറുതെ ഒരാള് ഇതുവരെ പോയിട്ടുണ്ടാവില്ല ട്രെയിനിൽ, ഒരു ദിവസം ട്രെയിനിൽ പോയി, അന്ന് ട്രെയിനിന് അയാൾ മരണപ്പെട്ട്. ചില ആൾക്കാർ ദുബായിൽ എത്തിയിട്ട് അവിടെ എത്തുമ്പോൾ മരണപ്പെടും, ചില ആൾക്കാർ വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് പെട്ടെന്ന് അല്ലേ, അവരെ മരണം അവിടെ ആയിരിക്കും കണക്കാക്കിയിട്ടുണ്ടാകുക. അപ്പോൾ അത് സംഭവിക്കും. അപ്പൊ അവിടേക്ക് അള്ള എത്തി, ഒരാൾക്ക് എവിടെയാണോ അള്ള മരണം വിധിച്ചത് അവിടെ വെച്ച് അവിടേക്ക് അള്ള അവനെ കൊണ്ടുവരുന്ന പറഞ്ഞത്. അതിനൊരു കാരണം ഉണ്ടാക്കുന്ന പറഞ്ഞത്. അപ്പോൾ അള്ളാഹുക്ക് മാത്രം അറിയുന്ന ഈ കാര്യങ്ങൾ അല്ലെ, അത് അള്ളാഹു അറിയിച്ചു കൊടുത്താൽ മാത്രമേ മറ്റ് സൃഷ്ടികൾക്ക് അതറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പം അള്ളാഹുവിൻ്റെ ആ ഒരു ഗൈബിയായ അറിവിനെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും കൃത്യമായ ബോധ്യമുണ്ടാക്കിയെടുക്കണം. നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ മന്ത്രിക്കുന്ന ആ മന്ത്രങ്ങൾ പോലും അള്ളാഹുവിനെ അറിയാൻ സാധിക്കും എന്നുള്ള ആ ഒരു ബോധം നമ്മളിൽ ഉണ്ടാകണം. നമ്മൾ എന്ത് പ്രവർത്തിക്കുമ്പോഴും അത് അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട്. നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ ചിന്തിക്കുന്ന ചിന്ത പോലും അള്ളാഹു അറിയുന്നുണ്ട്. പക്ഷെ ചിന്തക്ക് എന്തില്ല, കുറ്റയില്ല അല്ലെ. ഒരു തിന്മ ഉദ്ദേശിക്കുന്നതിനെ കൊണ്ട് പിന്നെ അവിടെ പിന്നെ തിന്മ രേഖപ്പെടുത്തുന്നില്ല. അത് നമ്മൾ പിന്നെ തിന്മ ഇപ്പൊ ഒരു മനസ്സിലൊരു തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചെന്ന് വിചാരിക്കാം, എന്നിട്ട് അത് ചെയ്യാതിരുന്നാൽ ഒരു നന്മയായി രേഖപ്പെടുത്തും എന്നാ പറഞ്ഞത് അല്ലെ. അപ്പൊ അതിന് പ്രതിഫലമാണ്. അപ്പൊ ഇന്നല്ലാഹ ആലിമു ഗൈബിസ് സമാവാതി വൽ അർളി ഇന്നഹു അലീമു ബിദാതി സുദൂർ അല്ലെ. നമ്മളെ ഹൃദയത്തിൽ നെഞ്ചിനുള്ളിലുള്ളതൊക്കെ അറിയുന്നവനാകുന്നു അവൻ. ഹുല്ലദീ അലക്കും ഖലായിഫ ഫിൽ അർദ് അല്ലെ, ഭൂമിയിൽ അള്ളാഹു നിങ്ങളെ എന്താക്കിയിട്ടുണ്ട്, പ്രതിനിധികളാക്കിയിട്ടുണ്ട് എന്നാ പറഞ്ഞത് അല്ലെ. അപ്പോൾ നമ്മൾ മനുഷ്യന്മാര് അള്ളാഹുവിൻ്റെ പ്രതിനിധികളാണ് അല്ലെ ഈ ഭൂമിയിൽ. അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം, ഒരു മിനിറ്റ്. അപ്പോൾ ഇവിടെ അള്ളാഹു താല പറഞ്ഞതെന്ന് വെച്ചാൽ പ്രതിനിധികൾ അല്ലെ, അള്ളാഹുവിൻ്റെ പിന്നെ ശരിക്കും ഒരു ആ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മളൊരിക്കലും അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണ് എന്നുള്ള അങ്ങനെ ആ രീതിയിൽ വാദിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. നമുക്ക് അള്ളാഹു പിന്നെ ഈ ഭൂമിയിൽ പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട് അല്ലേ. ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഉണ്ട്, അത് ഞാൻ വായിക്കാം. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്നറിയോ, മനുഷ്യൻ ഭൂമിയിലെ അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണെന്ന വാദഗതിയുടെ നിരർത്ഥകത വിശദമാക്കാനാണ് ലഘുരചന. അതിൻ്റെ നിരർത്ഥകതയുടെ വശങ്ങൾ വൈജ്ഞാനികമായ അപഗ്രഥനത്തിലൂടെ വിശദമാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരം പ്രയോഗങ്ങൾ ശരിയല്ല എന്നാ പറയുന്നത്. അതായത് അള്ളാഹുവിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട നമ്മുടെ അഖീദക്ക് അത് പോറലേൽപ്പിക്കുന്ന പറയും. ഒരിക്കലും ഉദ്ദേശിക്കാൻ പറ്റാത്ത അപകടകരമായ അർത്ഥമാണ് അതിനുള്ളതെന്ന കാര്യം അത് പറഞ്ഞു വിടുന്നവർ ഗ്രഹിക്കുന്നില്ല. അപ്പം അദ്ദേഹം ഒരു പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ സത്യം സത്യമായി കാണിച്ചു തരികയും അത് പിൻപറ്റാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന തന്നെയാണ് അല്ലേ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കലുണ്ട്, പഠിച്ചവനെ സത്യത്തെ സത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. അതേപോലെ തന്നെ അസത്യത്തെ അസത്യമായി കാണിച്ചു തരികയും അത് കയ്യൊഴിയാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവെ, നീ സ്നേഹിക്കുകയും നീ തൃപ്തിപ്പെടുകയും ചെയ്യുന്ന നന്മകൾക്കായി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. അപ്പം അതിൻ്റെ ഒരു ആമുഖമായിട്ട് പറയുന്ന വെച്ചാൽ
മനുഷ്യൻ ഭൂമിയിലെ അള്ളാഹുവിന്റെ പ്രതിനിധിയാണെന്ന വാദം അതിന്റെ ആശയത്തെക്കുറിച്ച് അറിവോ ഉൾക്കാഴ്ചയോ അതിന്റെ അർത്ഥതലങ്ങളെക്കുറിച്ച് ചിന്തയോ ഇല്ലാതെ രൂപപ്പെട്ടു വന്നതാണ്. പിന്നീട് അത് പ്രചരിച്ചു. അങ്ങനെ അത് ചിലരുടെ അടുക്കൽ സർവാംഗീകൃതമായ തത്വം പോലെ ആയിത്തീർന്നു. മതചിന്തകളുടെ അടിസ്ഥാന ആശയത്തിലേക്ക് വരെ ചില ആളുകളുടെ നാവിലൂടെ അത് എത്തിച്ചേരുകയും ചെയ്തു. സയ്യിദ് റഷീദ് റിള, മൗദൂദി, സയ്യിദ് ഖുതുബ് തുടങ്ങിയ പലരുടെയും രചനകളിൽ ഈ വാചകം നമുക്ക് കാണാം. അവരെ പിൻപറ്റിക്കൊണ്ടും അന്ധമായി അനുകരിച്ചുകൊണ്ടും മറ്റു ചില പണ്ഡിതന്മാരുടെ നാവുകളിലും അത് സ്ഥാനം പിടിച്ചു. ഈ ചിന്താഗതിയുടെ വേരുകൾ അന്വേഷിക്കാതെയും അതിന്റെ ന്യായങ്ങളും മതപരമായ ബൗദ്ധികപരമായ യാതൊരു തെളിവുകളും പരിശോധിക്കാതെയാണ് അവരങ്ങനെ ചെയ്തതെന്ന് പറയുന്നത്. ഇല്ല, അത് ഇടക്ക് ചെറിയൊരു ഇത് വരുന്നതാ. അപ്പൊ ഇതിൽ പറയുന്നതെന്ന് വെച്ചാല് പ്രത്യക്ഷത്തില് നമുക്ക് ഈ ആകർഷണീയം തോന്നുന്ന ഈ ഒരു കാര്യം അത് സത്യത്തില് നമുക്കത് ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശങ്ങൾക്കും വിശ്വാസങ്ങൾക്കും വിരുദ്ധമാണെന്നാ പറയുന്നത്. ഇപ്പം പ്രതിനിധിയാക്കി എന്ന വാദം വരുമ്പോ പിന്നെ അവിടെ ഒന്നുകിൽ ഇങ്ങനെ വരും, അതായത് അള്ളാഹു സൃഷ്ടിപ്പിന്റെ ചുമതല ഏൽപ്പിച്ചു എന്നോ, അല്ലെങ്കിൽ ഭൂമിയിൽ വിധി കൽപ്പിക്കാനും വിരോധിക്കാനുള്ള അധികാരം ഏൽപ്പിച്ചു കൊടുത്തു എന്നോ, അതല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ വസ്തുക്കളിലും സമ്പത്തിലൊക്കെ യഥേഷ്ടം പ്രവർത്തിക്കാനുള്ള അധികാരം ഏൽപ്പിച്ചെടുത്തു എന്നോ പറയേണ്ടി വരും അല്ലേ. അതായത് പിന്നെ വിചാരണയോ പ്രതിഫലമോ ഒന്നും കൂടാതെ സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാനുള്ള ഒരു അവകാശം അള്ളാഹു മനുഷ്യന് വകവെച്ചു കൊടുത്തു എന്നുള്ള നിലക്കുള്ള ഒരു ഇതാണ് വരുന്നത് അല്ലേ. ഇപ്പൊ ഒരു രാജാവ് തനിക്കൊരു പ്രതിനിധിയെ നിശ്ചയിക്കുമ്പോൾ പിന്നെ തൻ്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങൾ ഒന്നുകിൽ ഭാഗികമായോ അല്ലെങ്കിൽ പൂർണ്ണമായോ അയാളെ ഏൽപ്പിച്ചു കൊടുക്കലാണ് അല്ലേ. ഇപ്പോൾ ഖലീഫയുടെ നടപടികൾ ഖലീഫ എന്ന് പറയുമ്പോൾ അതാണല്ലോ അർത്ഥം വരുന്നത് അല്ലേ, പ്രതിനിധി. പിന്നെ അപ്പൊ അതിന് പിന്നെ വിമർശിക്കാനോ വിചാരണ നടത്താനോ ഭേദഗതി വരുത്താനോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും അല്ലേ. ഇപ്പൊ പിന്നെ ഒരു സ്ത്രീ വിവാഹത്തിന് ഒരുങ്ങുന്ന സമയത്ത് അല്ലെ തൻ്റെ വിവാഹത്തിനോ വിവാഹമോചനത്തിനോ ഉള്ള അധികാരം ഒരു വലിയനെ ചുമതലപ്പെടുത്തി ഏൽപ്പിക്കുമ്പോൾ അയാൾക്ക് അതിൽ ഇടപെട്ട് പ്രവർത്തിക്കാനുള്ള അവകാശം കൊടുക്കുകയല്ലേ ചെയ്യുന്നത് അല്ലേ. അപ്പം ഖലീഫ പ്രതിനിധി എന്ന് പറയുന്നത് എന്താണ്, ഉടമയെ പോലെ തന്നെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവനാണ്. അപ്പം തനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അധികാരം അവകാശം നൽകപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു രീതിയിലാണ് അത് വരിക അല്ലെ. അപ്പം അവിടെ തൻ്റെ പ്രവർത്തനങ്ങൾക്ക് എന്ത് വരൂല, പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പിന്നീട് അവിടെ വിചാരണയോ അതൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും പിന്നെ അങ്ങനെ ഒരു ഉത്തരവാദിത്തം, അതായത് അങ്ങനെ ഒരു പ്രാതിനിധ്യമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് മേൽ ഏൽപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ മറ്റു കാര്യങ്ങൾ പറയാം, അതായത് ഇപ്പം സൃഷ്ടിപ്പിന്റെ ചുമതല അല്ലേ, അതും നമ്മളെ വിശ്വാസപ്രകാരം എന്താണ്, സൃഷ്ടിപ്പ് മുഴുവനും അള്ളാഹുവാണ് നടത്തുന്നത് അല്ലേ. അള്ളാഹു ഒരു ആളെയും ഒരു വസ്തുവിനെയും സൃഷ്ടിക്കാൻ എന്താക്കിയിട്ടില്ല, ഏൽപ്പിച്ചിട്ടില്ല അല്ലേ. സൃഷ്ടിപ്പിന്റെ കാര്യത്തിൽ എന്തില്ല, അള്ളാഹ്ക്കൊരു പ്രതിനിധിയും ഇല്ല. അതേ സമയത്ത് പിന്നെ ഈസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു തആല ചില മോചിസത്തുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിന്റെ അടിസ്ഥാനത്തിൽ മരിച്ചവരെ ജീവിപ്പിക്കുക, കളിമണ്ണ് കൊണ്ട് രൂപം ഉണ്ടാക്കിയിട്ട് അല്ലേ അതിലൂതുമ്പോൾ അത് പക്ഷിയായി വരുന്ന ആ ഒരു ഇത്, അതൊക്കെ അങ്ങനെയുള്ള മോചിസത്തുകളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ. പക്ഷെ ഇതൊന്നും തന്നെ എന്തല്ല, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ ചുമതല ഏൽപ്പിച്ചിട്ടൊന്നുമില്ല അവിടെ.
അപ്പോൾ പിന്നെ ഇവിടെ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ആ ദൂതന്മാര് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ഇതൊക്കെ നടക്കുന്ന വെച്ചാൽ അള്ളാഹുവിന്റെ അനുമതിയോട് കൂടി മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ ഈസാ നബി അലൈഹി സ്വലാമിന്റെയും മുജിസത്തുകളും കാര്യങ്ങളൊക്കെയും തന്നെ പിന്നെ നടപ്പിൽ വന്നിട്ടുള്ളത്. അതൊന്നും അള്ളാഹു പൂർണ്ണമായും എന്താക്കിയിട്ടില്ല, ഈസാ നബിന്റെ മേലെ ഏൽപ്പിച്ചതോ അല്ലെ അങ്ങനെ നടത്തിയ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പൊ ഈ നിലക്ക് പിന്നെ ഇവര് പറയുന്ന രീതിയിലുള്ള പ്രാതിനിധ്യം അല്ലെങ്കിൽ ഖലീഫ എന്നുള്ള വാക്കിന് ആ ഒരു നിലക്കുള്ള അള്ളാഹുവിന്റെ പ്രതിനിധികളായിട്ടാണ് മനുഷ്യരെ നിയോഗിച്ചിട്ടുള്ളത് എന്നുള്ള ആ ഒരു രീതിയിലുള്ള ചിന്ത നമ്മളിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പം പിന്നെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട അവസാനം ഒരു കൺക്ലൂഷൻ പറയാം. അള്ളാഹു നമുക്ക്, അതായത് ഇപ്പം ചില കാര്യങ്ങൾ അള്ളാഹു പ്രവാചകന്മാരിലൂടെ നമുക്ക് ഓരോ കാര്യങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. അവരെ പ്രവാചകന്മാരായ അള്ളാഹു പിന്നെ നൽകി ഓരോ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. അങ്ങനെയുള്ള വിഷയങ്ങൾ സംഭവിക്കുന്നു അല്ലെ. ചിലർക്ക് അള്ളാഹു താല പ്രത്യേകം കഴിവ് കൊടുത്തിട്ട് ചില ലക്ഷ്യങ്ങളും ഇതൊക്കെ നടപ്പിലാക്കുന്നുണ്ട് അല്ലെ. അപ്പം ഇത് പിന്നെ അള്ളാഹു വിട്ടുകൊടുത്ത പരിമിതമായ ഒരു മേഖലയിൽ അല്ലെ അവർക്ക് ഒരു അനുവാദം കൊടുത്തുകൊണ്ടുള്ള ഓരോ കാര്യങ്ങളാണ് അത് ചെയ്യുന്നത് ഓരോരുത്തരും. അപ്പം അല്ലാതെ ഒരു കാര്യവും എന്തില്ല, സ്വതന്ത്രമായി ആരെയും അള്ളാഹു താല ഏൽപ്പിച്ചിട്ടില്ല. എന്ത് കാര്യങ്ങളാണെങ്കിലും അത് പൊതുവായിട്ട് എല്ലാവരോടും കൂടി ആലോചന നടത്തി മാത്രമാണ് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അല്ലെ. വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും തന്നെ അള്ളാഹു നമുക്ക് വിട്ടു തന്നിട്ടുള്ള പരിമിതമായ ഓരോ ഇതുണ്ടല്ലോ, സ്ഥാനങ്ങൾ അല്ലെ, അതിനനുസരിച്ചായിരിക്കണം അല്ലെ ഓരോ കാര്യങ്ങൾക്കും നമ്മളെ കീഴിലുള്ളവരോട് ഒരു ഉത്തരവാദിത്വം ഉണ്ട്. ആ നിലക്ക് നമ്മൾ എന്താക്കണം, അള്ളാഹു അനുവദിച്ച മതവിധി അനുസരിച്ചായിരിക്കണം നമ്മൾ ഓരോ കാര്യങ്ങളും എന്നാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. ഒരിക്കലും നമ്മളെ പ്രവർത്തനത്തിൽ ഒരു പിന്നെ സ്വയം ഒരു തീരുമാനം എടുക്കുന്ന ഒരു നിലപാട് ഉണ്ടാവാൻ പാടില്ല. അള്ളാഹുവും അവന്റെ റസൂലും എപ്രകാരമാണോ നമ്മുടെ കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുള്ളത് ആ പ്രകാരമായിരിക്കണം, അതനുസരിച്ചായിരിക്കണം നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത്. ഒരു വലിയ വിഷയമാണിത്. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കുക. ഒരു ദിവസം ഇതിൻ്റെ ഒരു ക്ലാസ് ആയിട്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഈ ഒരു ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചുരുക്കി പറഞ്ഞാൽ പിന്നെ മനുഷ്യനെ അള്ളാഹു ഖിലാഫത്ത് ഏൽപ്പിച്ചിട്ടില്ല. മനുഷ്യൻ ഭൂമിയിലെ അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണെന്ന് നമ്മൾ ഒരിക്കലും പറയരുത്. അതായത് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ കയ്യിൽ തന്നെയാണ്. ഒരിക്കലും അങ്ങനെ ആ രീതിയിൽ നമ്മളെ എന്താക്കിയിട്ടില്ല, നിശ്ചയിച്ചിട്ടില്ല അല്ലേ.
അഫ്സീത്ത പറഞ്ഞ പോലെ പിന്നെ വേറെ ആരെങ്കിലും സംസാരിക്കുന്നേക്കും നല്ലത്. കുഫ്റുഹു അല്ലെ, ആരവിശ്വസിച്ചോ അവന്റെ മേലാണ് എന്തുള്ളത്, അവന്റെ അവിശ്വാസം അവന്റെ മേൽ തന്നെയാണെന്നാ പറഞ്ഞത്. കാഫിരീങ്ങൾക്ക് അവരുടെ കുഫ്റ് കൊണ്ട് അള്ളാന്റെ അടുത്ത് കോപം, അവന്റെ കോപമല്ലാതെ വർദ്ധിക്കുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടായിനല്ലേ, നമ്മൾ നന്ദി കാണിച്ചാൽ അതിനുള്ള ഇത് അതും അള്ളാഹു പിന്നെ നമുക്ക് തരും അല്ലെ, അതിന്റെ ഗുണവും നമുക്ക് തന്നെയാണ്. നന്ദികേട് കാണിച്ചാലും അതിന്റെ ഇതും നമ്മൾ തന്നെയാണ് അനുഭവിക്കേണ്ടി വരാന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് പിന്നെ ഈ ഒരു കാര്യങ്ങളും, അതായത് പിന്നെ വിശ്വാസം അല്ലെ, വിശ്വസിച്ചാല് അതിന്റെ ഗുണം അവനുണ്ട്, അവിശ്വസിച്ചാൽ അതിന്റെ ദോഷം അവന് തന്നെയാണ്. അതിലൂടെ അള്ളാഹുവിന്റെ കോപത്തിന് അവൻ കാരണക്കാരനായി തീരാന്നല്ലാതെ വേറെ ഒന്നും അവിടെ വർദ്ധിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്.